സിസ്റ്റം മാറണമെന്ന് പറയുമ്പോൾ സർക്കാരിനെ വിമർശിക്കുന്നതാണ്. ഇത് ഈ സർക്കാരിനെതിരെയുള്ള ഗൂഢശ്രമമാണ് എന്ന് പറയുന്ന ആരോപണങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ജന്തർ മന്ദറിൽ നടന്നിട്ടുള്ള സമരം തന്നെ ഒരു ഉദാഹരണം. മാറി മാറി വരുന്ന എല്ലാ ഗവൺമെൻറ്റുകളും സമരങ്ങളെ മുഴുവൻ ആ തരത്തിൽ നോക്കി കണ്ടു കഴിഞ്ഞാൽ സിസ്റ്റം മാറില്ല. സിസ്റ്റം മാറാത്തടത്തോളം ജനങ്ങളിവിടെ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് സർക്കാരിനെതിരെയുള്ള ഒരു വിമർശനത്തെക്കുറിച്ചല്ല. സർക്കാരിനെതിരെ അല്ല ഇവർ സമരം ചെയ്യുന്നത്. സിസ്റ്റം മാറണം. ഈ സിസ്റ്റം ഇനിയും തുടർന്നാൽ ഇവരെ പോലെ തന്നെ ഇനിയും ഒരുപാട് ആളുകൾ സെക്രട്ടേറിയറ്റ് പഠിക്കലടക്കം നിരാഹാര സത്യാഗ്രഹം ഇരിക്കേണ്ടി വരും എന്ന് പറയുന്നൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുമ്പോൾ സിസ്റ്റം മാറണം. അതിനുള്ള നടപടികൾ ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അതാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം. ഈ വീഡിയോയിൽ ആ ആവശ്യത്തിനോട് 100% അനുകൂലിച്ചുകൊണ്ടാണ് നമ്മളും സംസാരിക്കുന്നത്. സംഭവം PSC ആണ്. ജന്തർ മന്ദറിലെ സ്റ്റുഡൻസിൻ്റെ പ്രൊട്ടസ്റ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ കുറേ ആൾക്കാർ ആ സമയത്ത് മുന്നോട്ട് എടുത്തു വെച്ച ഒരു എതിർവാദമായിരുന്നു, നിങ്ങൾ ഡൽഹിയിലെ സമരത്തെക്കുറിച്ച് നീറ്റ് എക്സാമിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവിടെ PSC പരീക്ഷയ്ക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകൾ ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ സമരത്തിന് നിങ്ങൾ എന്താണ് അനുകൂലിക്കാത്തത്, അല്ലെങ്കിൽ അതിനെ എന്താണ് പിന്താങ്ങാത്തത്, അതിനെക്കുറിച്ച് എന്താണ് സംസാരിക്കാത്തത് എന്നുള്ള ചോദ്യങ്ങൾ തീർച്ചയായും നമ്മളതിനൊരു പോസിറ്റീവ് സെൻസിൽ കാണുകയാണ്. ജന്തർ മന്ദറിൽ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതികൾക്കെതിരെ ആ കുട്ടികൾ സമരം ചെയ്തപ്പോൾ അതുപോലെ നീതി ലഭിക്കേണ്ട ആളുകൾക്ക് വേണ്ടി രാജ്യമൊട്ടാകെ ശബ്ദങ്ങൾ ഉയരണം എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൂടി പാസ് ചെയ്യപ്പെട്ടു. ആ മെസ്സേജ് നമ്മളിവിടെ സ്വീകരിക്കുകയാണ്. കേരളത്തിൽ PSCയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന അനവധി ആളുകളുണ്ട്. അതിൽ ഒരു വിഭാഗത്തിൻ്റെ സമരത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. വേറെയും പല വിഭാഗങ്ങൾ പല രീതിയിൽ സമരമുറകളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് എക്സാം എഴുതി PSCയുടെ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും നാളിതുവരെയായിട്ടും PSCയുടെ അഡ്വൈസ് കിട്ടിയിട്ടില്ലാത്ത, നിയമന ഉത്തരവ് കിട്ടിയിട്ടില്ലാത്ത ആളുകൾ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുകയാണ്. അവരുടെ സമരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് നമ്മൾ ഈ PSC ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് PSC പരീക്ഷ എഴുതണം എന്ന് പറയുന്ന കാര്യമൊക്കെ അറിയുമായിരിക്കും. പക്ഷേ ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന ആ ഒരു ടാർഗറ്റിൽ അങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവരൊഴിച്ച് ഒരു വലിയ വിഭാഗം ആളുകൾക്ക് PSC എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണ ഉണ്ടാവണമെന്നില്ല. അതിനുവേണ്ടി ചുരുക്കി പറയുകയാണ്, PSC പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ സംവിധാനമാണ് PSC. എന്താണ് PSCയുടെ ജോലി, അല്ലെങ്കിൽ PSC എന്താണ് ഇവിടെ നിർവഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവിധ സർക്കാർ വകുപ്പുകളിലെ സ്ഥാപനങ്ങളിലേക്ക്, ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പുണ്ട്, ആരോഗ്യ വകുപ്പുണ്ട്, നമ്മുടെ സെക്രട്ടേറിയറ്റ് ഉണ്ട്, പോലീസ് വകുപ്പുണ്ട്, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകളിലേക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ മത്സര പരീക്ഷകൾ നടത്തി റാങ്ക് അടിസ്ഥാനത്തിൽ നിയമിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഗവൺമെൻറ് സ്മൂത്തായി വർക്ക് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർ വളരെ കഴിവുള്ളവരായിരിക്കണം, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഏറ്റവും എഫിഷ്യൻ്റായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം. അങ്ങനെയുള്ള ആളുകളെ കോമ്പറ്റീറ്റീവ് എക്സാംസ് വഴി, ഇപ്പോൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു പെർട്ടിക്കുലർ കോഴ്സ് പഠിച്ച് കൃത്യമായ മാർക്ക് വാങ്ങി നമ്മൾ പാസ്സാവുമ്പോൾ നമ്മൾ ക്വാളിഫൈഡ് ആയി. പക്ഷേ വളരെ ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻസിൽ പോലും കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ ആ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പെർട്ടിക്കുലർ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു ഒഴിവ് വന്നു. ആ ബന്ധപ്പെട്ട വകുപ്പിൻ്റെ മേധാവി PSC അറിയിക്കും, ദാ ഇവിടെ ഇങ്ങനൊരു ഒഴിവ് വന്നിട്ടുണ്ട്. അത്തരം ഒഴിവുകളെ ക്രോഡീകരിച്ചുകൊണ്ട് PSC ഒരു വിജ്ഞാപനം ഇറക്കും. അതായത് ഏത് തസ്തികയിലേക്കാണ് ആളെ ആവശ്യമുള്ളത്, എത്ര ഒഴിവുകളാണുള്ളത്, പരീക്ഷാ തീയതി എപ്പോഴാണ്, അപേക്ഷിക്കുന്ന ആൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, പ്രായപരിധി എത്രത്തോളമാണ്, ഈ പറയുന്ന വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു വിജ്ഞാപനം ഇറക്കും. ഈ പറയുന്ന യോഗ്യതകളൊക്കെ മീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ആ പെർട്ടിക്കുലർ തസ്തികയിലേക്ക് ഓൺലൈനായിട്ട് PSCയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. അങ്ങനെ അപേക്ഷിക്കുന്ന ആളുകൾക്ക് മിക്കവാറും കേസിൽ റിട്ടൺ എക്സാം ആണ് ഉണ്ടാവുക. ചില പെർട്ടിക്കുലർ കേസുകളിൽ, ഇപ്പോൾ ഒരു ഡ്രൈവറായിട്ട് ജോലിക്ക് കയറണമെന്നാണെങ്കിൽ, അതല്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ജോലി വേണ്ടതെങ്കിൽ അവിടെ ഫിസിക്കൽ ടെസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാവും. മറ്റ് ചില കാര്യങ്ങളിൽ അവരുടെ സാങ്കേതിക വിജ്ഞാനം എത്രത്തോളമാണ് എന്നൊക്കെയുള്ള പ്രാക്ടിക്കൽ എക്സാമിനേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അത്തരം പരീക്ഷകളെ കൃത്യമായി നടത്തിയെടുക്കുകയും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് PSCയുടെ പ്രധാനപ്പെട്ട ജോലി. റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് മെമ്മോ അയക്കുക എന്നുള്ളൊരു ജോലി കൂടി PSCക്കുണ്ട്. ഈ ഉദ്യോഗാർത്ഥിക്കുള്ള നിയമന ഉത്തരവ് ബന്ധപ്പെട്ട വകുപ്പ് മേധാവിയിൽ നിന്നാണ് പോവുക. അപ്പോൾ PSCയുടെ ഇവിടുത്തെ ജോലി എന്താണെന്ന് വെച്ചാൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകളിലേക്ക് കൃത്യസമയത്ത് പരീക്ഷ നടത്തി അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുക, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക, അവർക്ക് അഡ്വൈസ് മെമ്മോ കൊടുക്കുക. ഈ PSC പുറത്തിറക്കുന്ന റാങ്ക് ലിസ്റ്റിനൊരു പ്രത്യേകതയുണ്ട്. ഓരോ റാങ്ക് ലിസ്റ്റിനും കൃത്യമായിട്ടുള്ള ഒരു സമയപരിധി അവർ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 1 വർഷത്തേക്കാണ് ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയെങ്കിൽ ആ പരീക്ഷയിൽ ഞാൻ 1ാം റാങ്ക് നേടിയിട്ടുള്ള ആളാണെന്ന് വിചാരിക്കും. ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്നതിനുള്ളിൽ എനിക്ക് ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ, അഡ്വൈസ് മെമ്മോ കിട്ടിയിട്ടില്ലെങ്കിൽ കാലാവധി എന്ന് കഴിയുന്നു
പിറ്റേ ദിവസം മുതൽ എൻ്റെ ആ 1ാം റാങ്കിന് പോലും ഇവിടെ പ്രസക്തിയില്ല. ആ ലിസ്റ്റ് കഴിഞ്ഞു. ആ ലിസ്റ്റിൻ്റെ കാലാവധി ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ PSCക്ക് നീട്ടാനുള്ള ഒരു അവസരമുണ്ട്. പക്ഷേ ആ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അതിൻ്റെ കാലാവധി തീരുന്നതിനുള്ളിൽ ജോലി കിട്ടിയാൽ കിട്ടി. എന്നാൽ ഇപ്പോൾ സമരം ചെയ്യുന്ന നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ലിസ്റ്റിനെ കുറിച്ചാണ്. അവർ നേരിടുന്ന ഒരു പ്രശ്നം, അവരുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഓരോ ജില്ലയ്ക്കുമാണ്. അതായത് സംസ്ഥാനത്തൊട്ടാകെ ഒരു റാങ്ക് ലിസ്റ്റ് എന്നുള്ളതല്ല, ഓരോ ജില്ലയിലുമാണ് ഈ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതായത് കോഴിക്കോട് ജില്ലയിൽ 1ാം റാങ്ക് ഉണ്ടാവും, മലപ്പുറം ജില്ലയിൽ 1ാം റാങ്ക് ഉണ്ടാവും, കണ്ണൂരും തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ 1ാം റാങ്ക് കിട്ടിയിട്ടുള്ള ആളുകളുണ്ടാവും. 1ാം റാങ്ക് മാത്രമല്ല, അവിടെ എല്ലാം ഓരോ ജില്ലയ്ക്കും ഓരോ സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ഉണ്ട്. പക്ഷേ റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് ഒരു വർഷത്തിനിപ്പുറമാകുമ്പോഴും, അതായത് ഒഴിവുകളുണ്ടെന്ന് പറഞ്ഞ് PSC പരീക്ഷയ്ക്ക് വിജ്ഞാപനമിറക്കി, ആ വിജ്ഞാപനം കേട്ട് ആ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ച ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, ചുമ്മാ ഒരു പരീക്ഷയുണ്ട് പോയി എഴുതി നോക്കി നമുക്ക് നേരെ ഗവൺമെൻറ്റിൽ കയറാം എന്ന് വിചാരിച്ച് പരീക്ഷ എഴുതാൻ വന്നവരല്ല. അവരെല്ലാവരും സ്കൂൾ ടീച്ചർ ആവാൻ വേണ്ടിയിട്ടുള്ള മറ്റെല്ലാ പരീക്ഷകളും ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞ ആളുകളാണ്. അവർ PSC പരീക്ഷയ്ക്ക് കൂടി എക്സ്ട്രാ പ്രിപ്പയർ ചെയ്തതിന് ശേഷം പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വന്നു. പക്ഷേ പല ജില്ലകളിലും 1ാം റാങ്ക് കിട്ടിയിട്ടുള്ള ആൾക്ക് പോലും ഒരു വർഷം ഇപ്പുറമാവുമ്പോഴും ജോലി കിട്ടിയിട്ടില്ല, അഡ്വൈസ് മെമ്മോ കൈ കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ എല്ലാ കഴിവും തെളിയിച്ചു, മത്സര പരീക്ഷയിൽ ഞാൻ 1ാമതാവുകയും ചെയ്തു. പക്ഷേ എനിക്കിതുവരെ ജോലി കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ നടക്കുന്നൊരു വിരോധാഭാസം എന്താണെന്നറിയോ? ഓർക്കുമ്പോൾ ആ ആളുകൾ, നമ്മൾ ആ സമരപ്പന്തലിൽ പോയി അവരോട് സംസാരിച്ചിരുന്നു. ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള, അവർ കടന്നു പോയിട്ടുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് കേൾക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ അനീതി എന്താണെന്ന് വെച്ചാൽ, കാശുള്ളവന് ജോലി കിട്ടാൻ, ഈ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കാശുള്ളവന് PSC പരീക്ഷ ഒന്നും എഴുതണ്ട. കാരണം ഒരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപകനായി അല്ലെങ്കിൽ അധ്യാപികയായി ജോലി നേടണമെങ്കിൽ 30 ലക്ഷമോ 40 ലക്ഷമോ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അത് മാനേജ്മെൻറ്റിന് കൊടുത്ത് അവർക്ക് ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ്. അങ്ങനെ പണം കൊടുത്തൊരു സ്കൂളിൽ അധ്യാപകനോ അധ്യാപികയോ ആയി കയറിയിട്ടുള്ള ആളുകളുടെ കഴിവിനെ കുറ്റം പറയുകയല്ല ചെയ്യുന്നത്. അവർ വളരെ കഴിവുള്ള ആളുകളായിരിക്കും. പക്ഷേ പണം എന്ന് പറയുന്ന ഒരു പ്രിവിലേജ് അവർക്കുണ്ട്. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കടം മേടിക്കാനുള്ളൊരു സാഹചര്യമെങ്കിലും, 30 ലക്ഷം രൂപ ഒരു സ്കൂളിൽ അധ്യാപകനായി കയറാൻ വേണ്ടിയിട്ട് കടം വാങ്ങാനുള്ളൊരു സോഷ്യൽ സർക്കിളെങ്കിലും ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു പ്രിവിലേജാണ്. അങ്ങനെ പണം സംഘടിപ്പിച്ച് ജോലിക്ക് കയറുന്ന ആളുകളുണ്ട്. പക്ഷേ എല്ലാവർക്കും, ഒരുപക്ഷെ കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും അത് സാധിക്കില്ല. ഒരു അധ്യാപകനോ അധ്യാപികയോ ആവണമെന്നുള്ള സ്വപ്നത്തിൻ്റെ പേരിൽ ഒരു കോഴ്സ് എടുത്ത് പഠിച്ച് അതിൻ്റെ മറ്റ് ട്രെയിനിങ്ങുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച് PSCയുടെ പരീക്ഷയും എഴുതിയതിന് ശേഷം ഇവരൊക്കെ കാത്തിരിക്കുന്നത് എനിക്ക് 30-40 ലക്ഷം കൊടുക്കാനില്ല, എൻ്റെ കയ്യിൽ കഴിവുണ്ട്, ആത്മാർത്ഥമായി പണിയെടുക്കാനുള്ളൊരു മനസ്സുണ്ട്, ഞാൻ പരീക്ഷ എഴുതി മുന്നിൽ വന്നു, എനിക്ക് ജോലി നേടാം. ഒരു ഗവൺമെൻറ് ജോലി ഒരു കുടുംബത്ത് കിട്ടുമ്പോൾ രക്ഷപ്പെടുന്നത് എത്രയോ തലമുറകളാണ്. ഒരു പെർട്ടിക്കുലർ കോഴ്സ് പഠിച്ചതിന് ശേഷം അത് വെച്ച് കിട്ടാവുന്ന ഗവൺമെൻറ് ജോലി, അതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു പരീക്ഷ, അത് എഴുതി റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുകളിലത്തെ റാങ്കിലേക്ക് വന്നത് ഒരു ചെറിയ കാര്യമല്ല. കട്ട് ഓഫ് മാർക്കൊന്ന് കടന്നു കിട്ടാൻ വേണ്ടി എത്രയോ തവണ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുകളിലേക്ക് എത്തിയിട്ട് പോലും ജോലി കിട്ടുന്നില്ല. 1 വർഷവും 3 മാസവും എന്തോ കഴിഞ്ഞു, ഇനിയും വളരെ കുറച്ച് സമയവും കൂടിയുള്ളൂ. ആ സമയത്തിനുള്ളിൽ അവർക്ക് ജോലി കിട്ടുമോ എന്നുള്ള കാര്യം അവരെന്തിനാണ് കാത്തിരിക്കുന്നത്? ഇങ്ങനൊരു ഒഴിവില്ല എന്നാണെങ്കിൽ ഇങ്ങനൊരു പരീക്ഷ നടത്തേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും പേർക്ക് ജോലി കൊടുക്കാനുള്ള വകുപ്പില്ലായിരുന്നെങ്കിൽ എന്തിന് ഇത്രയും ആളുകൾക്ക് പ്രതീക്ഷ കൊടുത്തു എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമില്ലേ? അവർ റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം ഈ ജോലി കിട്ടുമെന്ന് കരുതി ചിലപ്പോൾ വന്നിട്ടുള്ള എത്ര ഓപ്പർച്യൂണിറ്റീസിനോട് നോ പറഞ്ഞിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ ജോലി ഒന്ന് ജോലിയിൽ കയറിയിട്ട് വേണം മറ്റു പല കാര്യങ്ങളും നടത്താൻ. ചില ആളുകൾ അവരുടെ വിവാഹം പ്ലാൻ ചെയ്യുന്നത്, കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളുകൾ അതിനുശേഷം അവരുടെ കരിയർ മാറുന്നതിനെക്കുറിച്ച്, കുട്ടികളുടെ വിദ്യാഭ്യാസം മാറുന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്ത്, അങ്ങനെ എത്ര ആളുകളുടെ എത്ര സ്വപ്നങ്ങളാണ്. 30-40 ലക്ഷമൊന്നും കൊടുത്തൊരു പ്രൈവറ്റ് സ്കൂളിൽ ജോലിക്ക് കയറാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് സ്വപ്നം കാണാൻ അവകാശമില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ഈ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭരണത്തിലേറിയിട്ടുള്ള UDF ഗവൺമെൻറ്റിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. ഇവിടുത്തെ ഈ സിസ്റ്റം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് സ്വപ്നം കാണാൻ അവകാശമില്ലാതായി തുടങ്ങി എന്ന് ഇല്ല, ഞാൻ അങ്ങനെ പറയില്ല. അവർ വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തവരാണ്. അവർ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ അവർക്കൊപ്പം നിൽക്കേണ്ടതാണ്. കാരണം അവർ ഈ സിസ്റ്റത്തിൻ്റെ ഇരകളാണ്. നാളെ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഈ സിസ്റ്റത്തിൻ്റെ ഇരകളാവേണ്ടവരാണ്. ഞാൻ ആ സമരപ്പന്തലിൽ പോയി കഴിഞ്ഞ 30 ദിവസമായി LPST റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവിടെ സമരം ചെയ്യുകയാണ്. 6 ദിവസത്തിലധികമായി അതിലൊരാൾ നിരാഹാരം കിടക്കുകയാണ്. വളർമതി ടീച്ചർ മക്കളെ വീട്ടിലാക്കി ഇത്രയും കിലോമീറ്ററുകൾക്കിപ്പുറം വന്ന് അവർ നിരാഹാരം കിടക്കുന്നത്
ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ വേണ്ടിയിട്ട്. അവരോടൊക്കെ സ്വപ്നം കാണാൻ നമ്മൾ അങ്ങോട്ടാണ് പറഞ്ഞത്. കയ്യിലെടുത്ത് വീശാൻ ലക്ഷങ്ങളില്ലാത്ത ആളുകൾക്ക് സ്വപ്നം കാണാനുള്ള മാർഗം ഈ സർക്കാർ ഉദ്യോഗമാണ്. നമ്മളെപ്പോഴും പറയും നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും വിദേശത്തേക്ക് പോകുന്നു, പുതിയ തലമുറയൊക്കെ അങ്ങോട്ട് പോകുന്നു, ഇവിടെ മുഴുവൻ വയസ്സന്മാരായിപ്പോവും. ഇവിടെയുള്ള യുവാക്കൾക്ക് അവർ സ്വപ്നം കാണുന്ന ജീവിതം ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ട് കല ഉടയ്ക്കുന്നത് പോലെ റാങ്ക് ലിസ്റ്റിൽ വന്ന് ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്നത് വരെ അവരിങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുകയാണ്. എന്തൊരു ക്രൂരതയാണ് ഈ സിസ്റ്റം അവരോട് ചെയ്യുന്നത്. ഇതൊരിക്കലും UDF ഗവൺമെൻറ്റിനെ കുറിച്ചല്ല പറയുന്നത്, ഇവിടുത്തെ സിസ്റ്റത്തെക്കുറിച്ചാണ്. ആ സിസ്റ്റം മാറ്റാം എന്ന ഉറപ്പ് VD സതീശൻ അവർക്ക് കൊടുത്തത് അവരിന്നും ഓർക്കുന്നത് വളരെ പ്രതീക്ഷകളോടുകൂടിയാണ്. നിങ്ങളുടെ വിഷയമൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഭരണത്തിൽ കയറിയാൽ ഉടനെ ആ കാര്യങ്ങൾ ശരിയാക്കി തരാം എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞത് അതേ പ്രതീക്ഷയിലാണ് ഇന്നും അവരവിടെ കാത്തിരിക്കുന്നത്. ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കി തരാം എന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ സർ അന്ന് മറുപടി കൊടുക്കുമ്പോൾ ആ ചോദ്യം ചോദിച്ച ആളാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ കഴിഞ്ഞ 6 ദിവസമായി നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു നടപടി ഇനി വരുന്ന ഗവൺമെന്റ് അത് ആ ഭാഗത്ത് നിന്നുണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. BSc റാങ്ക് ഹോൾഡേഴ്സിന്റെ വിഷയം അത് ഇങ്ങനെ എല്ലാ സ്ഥലത്തും എല്ലാ ഇതും പറയുകയാണ്. ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് പോലും 1 കൊല്ലവും 2 കൊല്ലമായിട്ട് അപ്പോയിന്റ്മെന്റ് ഇല്ല. അത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എവിടെ വേക്കൻസി ഉണ്ടായാലും വിത്തിൻ 24 hours ആ വേക്കൻസി റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആകാൻ പോകും. ഞാൻ ഇന്ന് വളർമതി ടീച്ചറെ കണ്ടു. അവർ ഒരുപാട് ആരോഗ്യമൊക്കെ ദാറ്റ്സ് നോട്ട് ഫെയർ. VD സതീശൻ സാർ, അങ്ങേക്ക് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ ഉത്തരങ്ങളിലൊന്നായിരുന്നു അത്. ആ ചോദ്യം ചോദിച്ച ടീച്ചറാണ് നിങ്ങളുടെ കരുണയും കാത്ത് ഈ സിസ്റ്റം മാറ്റാൻ VD സതീശൻ സാർ ഒരു നടപടിയെടുക്കും എന്ന് കാത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാരം കിടക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം അധികാരപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴൊക്കെ അവരുമായി നടത്തിയ ചർച്ചയിൽ ആ ചർച്ച എങ്ങനെയായിരുന്നു എന്ന് ഈ സമരം ചെയ്യുന്ന ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ സെക്രട്ടേറിയറ്റിൽ നിന്ന് പാസ് എടുത്ത് കയറി മന്ത്രിയെ കാണുകയാണ്. നമുക്കും സെക്രട്ടേറിയറ്റിൽ പോയി കഴിഞ്ഞാൽ പാസ് എടുത്ത് മന്ത്രിമാരെ കാണാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ അങ്ങോട്ട് പാസ് എടുത്ത് ചെന്ന് ആവശ്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും അവതരിപ്പിക്കാനുള്ള അവസരമൊന്നുമില്ല. ചെന്ന് കയറുമ്പോൾ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും അവർ പറയുന്നത് കേട്ട് ഇറങ്ങി വരാനുള്ള വളരെ കുറച്ച് സമയമേ അവർക്ക് കിട്ടുന്നുള്ളൂ. അങ്ങനെ ഇവരങ്ങോട്ട് ചെന്ന് സംസാരിക്കുന്നതോ പാസ് ചെയ്ത് പോകുമ്പോൾ കാണുമ്പോൾ എന്തെങ്കിലും പറയുന്നതോ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥർ മുഖാന്തരം, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അവർക്കൊരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, 2 മാസത്തിനകം പഠിച്ച് നടപടിയെടുക്കും, നിങ്ങളിപ്പോൾ പിരിഞ്ഞു പോകണമെന്നുള്ളത്. അതൊരു ഉദ്യോഗസ്ഥൻ്റെ കൈവശം കൊടുത്തയക്കുകയായിരുന്നു. അങ്ങനെയുള്ള അങ്ങോട്ട് ചെന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടികളല്ലാതെ ഇവിടെ ആരും LPST റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾ സമരം ചെയ്യുന്നതിനെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ചർച്ചയ്ക്ക് ശേഷം എന്ന് പറയുന്നത്? ഇത്രയും ദിവസമായി ഏറ്റവും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ കേൾക്കുമ്പോൾ അതിലെവിടെയും ഒരു അന്യായത്തിൻ്റെ എലമെൻ്റ് ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പഠിക്കട്ടെ, മുഖ്യമന്ത്രി പഠിക്കട്ടെ എന്ന് പറയുമ്പോൾ അവർ തന്നെ അവരുടെ ആവശ്യങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്, അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അവരും പഠിച്ചിട്ടല്ലേ ആ പരീക്ഷ എഴുതിയത്. അങ്ങനെയുള്ള ആളുകൾ ഇത്രയും സമാധാനത്തോടു കൂടി നമ്മുടെ നിയമം അനുസരിച്ച് ഏറ്റവും നല്ല രീതിയിൽ അവിടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ അങ്ങോട്ട് ചെന്ന് കാണുക, അവരെ ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ച് ഇരുന്ന് സംസാരിക്കുക, അവർക്ക് പറയാനുള്ളതെല്ലാം വ്യക്തമായി കേൾക്കുക എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏറ്റവും മാന്യമായ ഏറ്റവും മിനിമമായിട്ടുള്ളൊരു നടപടിയാണ്. നാളെ ഒരാൾ ഒരു ക്രിട്ടിക്കൽ അവസ്ഥയിലെത്താൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണോ? സ്വന്തം ആരോഗ്യവും ജീവനും ഒക്കെ പണയം വെച്ച് ഒരാൾ ഇങ്ങനെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാരം വന്ന് കിടക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിലെ പ്രതീക്ഷയുടെ എത്ര പെർസെൻറ്റേജാണ്, അല്ലെങ്കിൽ എഫേർട്ടിൻ്റെ എത്ര മടങ്ങാണ് അവർ ഈ പരീക്ഷയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്? 2 മാസത്തെ സാവകാശമാണ് ഗവൺമെൻറ് ചോദിക്കുന്നത്. 2 മാസത്തെ സാവകാശം എടുത്തോ എന്ന് പറയാൻ അവർ തയ്യാറാണ്, പിരിഞ്ഞു പോകാൻ തയ്യാറാണ്. പക്ഷേ ആ 2 മാസത്തിന് ശേഷം എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു ഉറപ്പ് കൊടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സാധിക്കണ്ടേ? ഇലക്ഷന് മുമ്പേ വിഷയം ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു, വന്നു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളിതിന് പരിഹാരം കാണും എന്ന് പറഞ്ഞ് ഭരണത്തിലേറിയ ഗവൺമെൻറ്റിന് ഭരണത്തിലേറി ഇത്രയും മാസങ്ങൾക്ക് ശേഷം വീണ്ടും 2 മാസം കൂടി സമയം വേണമെന്ന് പറയുമ്പോൾ ഏത് പരിഹാരത്തിലേക്ക് എത്താനുള്ള സമയമാണ് വേണ്ടത്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറപ്പ് പറയാൻ ഗവൺമെൻറ്റിന് പറ്റുമോ എന്നുള്ള ന്യായമായ കാര്യമേ അവർ ചോദിക്കുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ഉറപ്പില്ല. നിങ്ങൾ പിരിഞ്ഞു പൊക്കോളൂ, ഞങ്ങൾ പഠിച്ചിട്ട് അറിയിച്ചേക്കാം. ഇപ്പോൾ ഈ സമരം ഒരുപാട് ശ്രദ്ധ നേടുന്ന ഒരു സാഹചര്യത്തിലാണ്. അവിടെ ഒരാൾ നിരാഹാരം കിടക്കുന്നുണ്ട്. അതൊരിക്കലും ഗവൺമെൻറ്റിനെ കണ്ടില്ലെന്നടിക്കാനാവാത്തൊരു കാര്യമാണ്. ഇവിടെ നിന്ന് അവർ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന നീതി അവർക്ക് ഈ 2 മാസത്തിനപ്പുറം ഡെലിവർ ചെയ്തിട്ടില്ലെങ്കിൽ അവർ വീണ്ടും
പുനഃസംഘടിച്ച് ഇതുപോലൊരു സമരവുമായി സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് വരാൻ വീണ്ടും ഒരുപാട് സമയമെടുക്കും. ആക്ച്വലി അവരോട് 2 മാസത്തേക്ക് പിരിഞ്ഞു പൊക്കോളൂ എന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുക്കാതിരിക്കുമ്പോൾ അത് അവരോടുള്ള വഞ്ചനയാണ് എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. എന്തൊക്കെയാണ് അവർ മുന്നോട്ട് വെക്കുന്ന പരിഹാരങ്ങൾ? അതിലൊന്ന് അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 5ാം ക്ലാസ് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ 1:30 ആണ് അവിടുത്തെ അനുപാതം. അതായത് 30 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നുള്ളതാണ്. അതിൽ 30 എന്നുള്ളത് 29 ആയാൽ പോലും അവിടെ ഒരു അധ്യാപകൻ്റെ അധ്യാപികയുടെ പ്രസക്തി ഇല്ലാതാവാണ്. കാരണം ഇത്രയും മതി. അപ്പോൾ ഒരു അധ്യാപകനെയോ അധ്യാപികയോ പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം വരും. എയ്ഡഡ് സ്കൂളിലാണെങ്കിൽ അവരെ ഗവൺമെൻറ് സ്കൂളിലേക്കാണ് മാറ്റുക. അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ നിന്ന് ഒരാളെ ഇങ്ങോട്ടേക്ക് മാറ്റി ആക്ച്വലി ഇവിടെ ഒരു അധ്യാപകൻ ജോലിക്ക് വരേണ്ടതായിരുന്നു. അതായത് ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരാൾക്ക് ജോലി കിട്ടേണ്ടതായിരുന്നു. അതിവിടെ നിഷേധിക്കപ്പെടുകയാണ്. എന്നാൽ അതേസമയം ഈ ഉദ്യോഗാർത്ഥികൾ, ഈ സമരം ചെയ്യുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന അനുപാതം എന്ന് പറയുന്നത് 1:25 ആണ്. 25 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ആ അനുപാതം മാറ്റണമെന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അധ്യാപകൻ്റെയോ അധ്യാപികയുടെയോ ജോലി ഇല്ലാതാവുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടുന്നു. മറിച്ച് ഇവിടെ റാങ്ക് ലിസ്റ്റിലുള്ള ഒരാൾക്ക് കൂടി ജോലി കിട്ടാനുള്ള അവസരം ഉറപ്പുവരുന്നു. ആ സമയത്ത് നമ്മുടെ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രശ്നം, നമ്മൾ കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടി വരികയല്ലേ കൂടുതൽ അധ്യാപകരുണ്ടാവുമ്പോൾ. പക്ഷേ അവിടെ ഈ ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വെക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു മാറ്റമാണ്. കാരണം 30 കുട്ടികളെ ശ്രദ്ധിക്കുന്ന ഒരു അധ്യാപകന് ഓരോ കുട്ടിക്കും കൊടുക്കാൻ സാധിക്കുന്ന ശ്രദ്ധയില്ലേ, അതിനേക്കാൾ കൂടുതൽ 25 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകന് കൊടുക്കാൻ പറ്റും. അതായത് ഒരു കുട്ടിക്ക് കിട്ടുന്ന ഇൻഡിവിജ്വൽ കെയർ എന്ന് പറയുന്നത് ഇവിടെ കൂടുകയാണ്. തീർച്ചയായും ആ വിദ്യാർത്ഥിയുടെ മുന്നോട്ടുള്ള പോക്കിനെ, പഠിക്കാനുള്ള സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതിലൊക്കെ ഈ അധ്യാപകൻ്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ ഭാഗത്തു നിന്നുള്ള ഇൻപുട്സ് ഉണ്ടാവുകയും നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം മൊത്തത്തിൽ വളരെ മികച്ച ഒരു രീതിയിലേക്ക് മാറുകയും ചെയ്യും. മറ്റൊന്ന്, ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകനോ അധ്യാപികയ്ക്കോ ക്ലാസ് ഡ്യൂട്ടി കൊടുക്കുന്നത് ഒഴിവാക്കി അവിടെ മറ്റൊരു അധ്യാപകനെ ജോലിക്കെടുക്കുക എന്നുള്ളതാണ്. കാരണം ഹെഡ് മാസ്റ്ററെ സംബന്ധിച്ച് ആ സ്കൂളിൻ്റെ പൊതുവായിട്ടുള്ള മുഴുവനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അധ്യാപകരുടെ മേൽനോട്ടം, അങ്ങനെ ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ അധ്യാപകന് വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമ്പോൾ ക്ലാസ് മുറിയുടെ, അതായത് ഒരു ക്ലാസിൻ്റെ ഉത്തരവാദിത്തം കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം മാറ്റി നിർത്തുകയും അവിടെ ഒരു അധ്യാപകനെ ജോലിക്കെടുക്കുകയും ചെയ്യുമ്പോൾ റാങ്ക് ലിസ്റ്റിലുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇവിടെ ജോലി ലഭിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കുട്ടിക്കും കിട്ടുന്ന ഇൻഡിവിജ്വൽ കെയർ ബെറ്റർ ആവുകയാണ്. പക്ഷേ ഇതെല്ലാം പറയുമ്പോൾ സർക്കാർ തിരിച്ചു പറയുന്നത് ഇതിനൊക്കെ തുടർന്നുണ്ടാവുന്ന സാമ്പത്തിക പ്രതിസന്ധി വളരെ വലിയൊരു പ്രശ്നമാണ്. ഇത്രയും ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെയാണ്. കേരളത്തിന് പുറത്തുള്ള പല PSCകളിലും, കേരളത്തിൽ ഇത് കേരള PSC ആണ്, ഓരോ സംസ്ഥാനത്തും PSC ഉണ്ട്. കേരളത്തിൽ 20-ലധികം മെമ്പേഴ്സാണ് നമ്മുടെ കേരള PSCയിലുള്ളത്. പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളിലും അത് 7-8 മാത്രമാണ്. PSC ചെയർമാൻ അടക്കമുള്ള PSC അംഗങ്ങളുടെ സാലറി എന്ന് പറയുന്നത് 3,50,000 പെർ മന്താണ് പറയുന്നത്. 3,50,000 വരെ ഉണ്ടെന്നാണ്. അവർ റിട്ടയർ ആവുന്നതിന് ശേഷം ഈ ശമ്പളത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെ അവർക്ക് പെൻഷനായി മാസം തുടരെ കിട്ടുന്നു എന്ന് പറയുന്നൊരു പ്രത്യേകതയുണ്ട്. പക്ഷേ കൃത്യമായൊരു ചോദ്യപേപ്പർ പോലും ഇടാൻ സാധിക്കാതെ ഓരോ തവണയും പരീക്ഷ കഴിയുമ്പോൾ ചോദ്യങ്ങൾ ആവർത്തിച്ചു വന്നു, ചോദ്യങ്ങളിലെ കൃത്യതക്കുറവ് അല്ലെങ്കിൽ ഒന്നിലധികം ഉത്തരങ്ങൾ വരുന്നു. ആകെ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നടത്തിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലും വളരെ കൃത്യമായി ഏറ്റവും കൃത്യതയോടെ നടപ്പിലാക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ലഭിക്കുന്ന സാലറിയാണ് നമ്മൾ ഈ പറയുന്നത്. അതിലും എത്രയോ തുച്ഛമാണ് ഒരു LP സ്കൂൾ ടീച്ചർക്ക് കിട്ടുന്ന സാലറി. പിന്നെ സർക്കാർ പറയുന്നത് എന്താ, പഠിച്ച് ചെയ്യാമെന്ന്. അങ്ങനെ പഠിച്ച് ചെയ്യാണ്. വരാൻ പോകുന്ന സാമ്പത്തിക ബാധ്യത എത്രത്തോളമാണെന്നും അതിനെങ്ങനെ വരുമാനം കണ്ടെത്തും എന്നൊക്കെ പഠിച്ച് ചെയ്യാനായിരുന്നെങ്കിൽ ഒരുപാട് പദ്ധതികൾ ഈ സർക്കാർ പഠിച്ച് ചെയ്യണമായിരുന്നു. ഇപ്പോൾ പ്രിയദർശിനി സംവിധാനം തന്നെ നമുക്കൊരു വലിയ ഉദാഹരണമായിട്ട് എടുക്കാം. പ്രിയദർശിനി യാത്ര അനുവദിക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് കുടുംബങ്ങളിലേക്ക് കൂടുതൽ പ്രകാശം എത്തിക്കാൻ സാധിക്കുന്ന ഒരു വലിയ പദ്ധതി തന്നെയാണത്. പക്ഷെ അത് ഏറ്റവും അർഹരായ ആളുകളെ തേടി എത്തുക, അവർക്ക് മാത്രമായി ആ സംവിധാനം ചുരുക്കുക എന്നൊരു രീതിയിലായിരുന്നെങ്കിൽ, അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ വികസിപ്പിക്കുക, അത്തരം പഠനങ്ങൾ നടത്തിയിട്ട് ആ പദ്ധതി ആരംഭിക്കുക എന്ന് പറയുന്നൊരു കാര്യം ചെയ്തിരുന്നെങ്കിൽ വലിയൊരു സാമ്പത്തിക ബാധ്യത ഗവൺമെൻറ്റിന് ഒഴിവാക്കാമായിരുന്നു. സർക്കാർ ഇത് പഠിച്ചിട്ടില്ല, പഠിക്കാതെയാണിത് പ്രാവർത്തികമാക്കിയത് എന്നുള്ളതിൻ്റെ ചീത്തപ്പേര് വഹിക്കേണ്ടത് ആരാണെന്നറിയോ? ആ സംവിധാനം ഫ്രീ ആയി ഉപയോഗിച്ച ഇന്നാട്ടിലെ സ്ത്രീകളാണ്. ആർക്കു വേണ്ടിയാണോ ഈ പദ്ധതി നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞത് അവരെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഗതാഗത മന്ത്രി CP ജോൺ നടത്തിയ
പ്രസ്താവന അതീവ നിന്ദ്യമായ ഒരു പ്രസ്താവനയായിരുന്നു. ആ സംവിധാനം ഉപയോഗിക്കുന്ന സ്ത്രീകളെ തന്നെ കുറ്റം പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇതാരും ചോദിച്ചു വന്നതല്ല, നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള യാത്ര സ്ത്രീകൾക്ക് അനുവദിക്കൂ, നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാം എന്നാരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തരാം, അതിനുവേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ, ഞങ്ങൾ ഏറ്റവും ഗംഭീരമായി നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞു. ആളുകളെയൊക്കെ ഇത് അറിയിച്ചു, പരമാവധി സ്ത്രീകളത് ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കുന്നതിനെ കുറ്റം പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അവകാശപ്പെട്ട ആളുകൾക്ക് മാത്രം ഇതിനെ ലിമിറ്റ് ചെയ്യുന്ന രീതിയിൽ കൃത്യമായ പഠനം നടത്തി അതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിച്ചിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണമായിരുന്നു. അതില്ലാതെ ഇവിടെ പ്രിയദർശിനി സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ടായ നഷ്ടത്തെ പരിഗണിക്കുമ്പോൾ ഈ സമരം ചെയ്യുന്ന ഓരോ അധ്യാപകരാകാൻ കൊതിച്ച ആളുകളും അവരാവശ്യപ്പെടുന്നതൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല. വളർമതി ടീച്ചർക്ക് VD സതീശൻ മറുപടി കൊടുക്കുമ്പോൾ പറഞ്ഞത്, എവിടെയെങ്കിലും ഒരു ഒഴിവുണ്ടായാൽ 24 മണിക്കൂറിനകം അത് റിപ്പോർട്ട് ചെയ്യണം, അവിടെ എത്രയും പെട്ടെന്ന് ആളെ ജോലിക്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെന്നൊക്കെയാണ്. പക്ഷേ ഈ ഉദ്യോഗാർത്ഥികൾ അവർ പല സ്കൂളുകളിലും ചെന്ന് അന്വേഷിക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഒഴിവുണ്ട്. പക്ഷേ ആ ഒഴിവൊന്നും PSCയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇവർക്കൊന്നും അഡ്വൈസ് മെമ്മോ കിട്ടുന്നില്ല. പലയിടത്തും പല ജോലിക്കും താൽക്കാലിക നിയമനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പഠിച്ച് പാസ്സായി പരീക്ഷയും എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകൾ അഡ്വൈസ് മെമ്മോ കാത്തിരിക്കുമ്പോഴാണ് താൽക്കാലിക ജീവനക്കാരെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് രണ്ടു കൂട്ടരോടും ചെയ്യുന്ന അനീതിയാണ്. താൽക്കാലിക ജീവനക്കാരന് സ്ഥിര നിയമനത്തിൻ്റെ യാതൊരു ആനുകൂല്യവും കിട്ടുന്നില്ല. സ്ഥിര നിയമനം കിട്ടാൻ എല്ലാ അർഹതയും ഉണ്ടായിട്ടും അവരെ ജോലിക്ക് എടുക്കുന്നുമില്ല. ഈ അനീതികൾക്കൊക്കെ മാറ്റം ഉണ്ടാവണം. പിന്നെ ഈ പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന ആളുകൾ അവർക്ക് ജോലി ലഭിക്കാത്തതിനെ തുടർന്നുള്ള ഇത്തരം സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ സ്ഥിരമായി വരുന്ന ചില കമൻറ്റുകളുണ്ട്. നിനക്കൊക്കെ സർക്കാർ ജോലി കിട്ടിയാൽ മാത്രമേ പോവുള്ളൂ, മേലനങ്ങി പണിയെടുത്ത് ജീവിക്കടോ, അല്ലെങ്കിൽ ഈ സമരം ചെയ്ത് നടക്കുന്ന പ്രഹസനങ്ങൾ അവസാനിപ്പിക്കൂ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ശരി, ഇപ്പോൾ ഈ LP-ST റാങ്കിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ അവർക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്ന് വെളി വരുന്നില്ല, അവർ ജോലിക്ക് പോകണ്ട, അവർ വേറെ എന്തെങ്കിലും ജോലിക്ക് പോട്ടെ, എല്ലാവരും പോട്ടെ. പക്ഷേ വീട്ടിൽ കാശുള്ളവൻ മാത്രമാണ് പിന്നീട് ഗവൺമെൻറ് സംവിധാനങ്ങളിൽ ജോലിക്കെത്തുക. പണവും സ്വാധീനവും ഉള്ളവർക്ക് മാത്രം ഗവൺമെൻറ് സംവിധാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് പറയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ മാത്രമേ, അത്തരം പ്രിവിലേജുകളുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ മാത്രമേ പിന്നീട് ഗവൺമെൻറ് സംവിധാനത്തിലുള്ളവരും പരിഗണിക്കുള്ളൂ. കാശിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാതെ സർക്കാർ സ്കൂളുകളിലേക്ക് അധ്യാപികയായി എത്തുന്ന ആളുകളെ സംബന്ധിച്ച്, എല്ലാവരെയും ജനറലൈസ് ചെയ്ത് പറയല്ല, അങ്ങനെ അല്ലാതെ എത്തുന്ന ആളുകളെ സംബന്ധിച്ച് മുന്നിലിരിക്കുന്ന ഒരു കുട്ടി അനുഭവിക്കുന്ന സ്ട്രഗിൾ എന്താണെന്നും അവൻ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന സ്ഥലം എന്താണെന്നും അങ്ങോട്ട് പോകാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചും അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നില്ല. മാത്രമല്ല, സർക്കാർ ജോലി എന്ന് പറയുന്നത് മേലനങ്ങാതെ ജീവിക്കാനുള്ളൊരു ജോലിയല്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏറ്റവും അടുത്തുള്ള, നിങ്ങളുടെ ഏറ്റവും പരിചയത്തിലോ ബന്ധത്തിലോ വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനോടെങ്കിലും ഏറ്റവും മിനിമം അതൊന്ന് ചോദിക്കണം. ഇന്ന് ഈ സമരം നടക്കുന്ന വേദിക്കടുത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടപ്പോൾ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളാണ്, സംസാരിച്ചു. അദ്ദേഹത്തിനോട് ഞാൻ പേഴ്സണലായിട്ട് ചോദിച്ചൊരു ചോദ്യം, സാർ, ഇവിടെ ഈ PSC പരീക്ഷ എഴുതിയിട്ട് കുറേ ആളുകൾ സമരം ചെയ്യുകയാണ്, നിങ്ങളും PSC എക്സാമൊക്കെ എഴുതിയിട്ടാണ് ജോലിയിൽ വന്നിട്ടുള്ളത്, അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഇവർക്ക് നീതി കൊടുക്കുന്നോ ഇല്ലയോ എന്ന് പറയുന്നൊരു വലിയ ചോദ്യമുണ്ട്, സിസ്റ്റം മാറുമോ ഇല്ലയോ എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഡ്യൂട്ടി ചിലപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്നുള്ളതാവും. ശരിക്കും നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് ഈ സമരം കാണുമ്പോൾ എന്നാണ്. ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുള്ള അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞത്, നമ്മുടെയൊക്കെ മക്കളുടെ പ്രായമുള്ള പിള്ളേരല്ലേ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്, അവർക്ക് അവകാശപ്പെട്ടതല്ലേ ചോദിക്കുന്നത്, അത് എത്രയും പെട്ടെന്ന് നടപ്പിലാവണം, നമ്മുടെ ഗവൺമെൻറ് അത് നടപ്പിലാക്കി കൊടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. പിന്നെ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ അക്രമാസക്തരായ ആളുകളെ ഓടിക്കാൻ വേണ്ടി പോലീസ് പല മെഷേഴ്സും ഉപയോഗിക്കും, അതിന് കൃത്യമായിട്ടുള്ള പ്രോട്ടോക്കോളും ഉണ്ട്. പക്ഷേ ഇത് ന്യായമുള്ള സമരമാണ്. ഇവരുടെ ആവശ്യങ്ങൾ ന്യായമായിട്ടുള്ളതാണ്. ഒരു ജോലിക്ക് വേണ്ടി കഴിവുള്ള ആൾക്കാർ കഠിനാധ്വാനം ചെയ്ത് ഇവിടെ എത്തിയതാണ്. എൻ്റെ വീട്ടിലും മക്കൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ട്, ഞാനും പരീക്ഷ എഴുതിയാണ് വന്നിട്ടുള്ളത് എന്നാ ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ ഇത് ആഗ്രഹങ്ങളുടെ, സ്വപ്നങ്ങളുടെ കൂടെയാണ്. മേലനങ്ങാതെ പണിയെടുത്ത് തിന്നാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ പോകുന്നവരായി നിങ്ങൾ ഇവരെ കാണരുത്. എല്ലാ കഴിവും ഉണ്ടായിട്ടും കൈ കാശില്ലാത്തതുകൊണ്ട്, റെക്കമെൻഡ് ചെയ്യാൻ വലിയ തലകളില്ലാത്തത് കൊണ്ട് മാത്രം എങ്ങും എത്താതെ പോകരുത് ഈ ആളുകളുടെ സ്വപ്നം. ഇവരൊക്കെ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? B.Ed കഴിഞ്ഞ് അല്ലെങ്കിൽ സ്കൂൾ പിള്ളേരെ പഠിപ്പിക്കാനുള്ള കോഴ്സുകളും മറ്റ് ട്രെയിനിങ്ങുകളും എല്ലാം എടുത്തതിന് ശേഷം ഇവർക്ക് യാതൊരു ധാരണയില്ലാത്ത വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണോ? അവിടെ ഏറ്റവും ബിഗിനറായിട്ട് പോയിരിക്കണോ? ഏറ്റവും കുറഞ്ഞ സാലറിയിൽ അവർ ജോലി ചെയ്യണോ? അവരുടെ കഴിവിന്, അവരുടെ അധ്വാനത്തിന് ഇവിടെ ഒരു വില വേണ്ടേ? അറ്റ്ലീസ്റ്റ് അവരെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത, സ്വപ്നം കാണിച്ച് ഈ സിസ്റ്റമെങ്കിലും അവരുടെ സ്വപ്നങ്ങൾക്ക് വില കൊടുക്കണ്ടേ? ഇന്ന് ആ സമരപ്പന്തലിൽ ചെന്നപ്പോൾ കേരളം മുഴുവൻ അവിടെ ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ എത്ര ജില്ലകളിൽ നിന്നാണ് ആളുകൾ വന്നിട്ടുള്ളതെന്നറിയോ? കേരളത്തിൻ്റെ അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റത്തുള്ള തിരുവനന്തപുരത്തേക്ക് ആളുകൾ യാത്ര ചെയ്ത് വന്നിട്ട്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ
അവരാ സമരപ്പന്തലിൽ ഞങ്ങളവിടെ ചെന്ന് കയറുമ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുക. ആ മഴ കൊള്ളുന്നു, വെയിൽ വരുമ്പോൾ വെയിൽ കൊള്ളുന്നു, ഈ വാഹനങ്ങളുടെ പുകയും. നിങ്ങൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് കണ്ടിട്ടുള്ള ആളാണെങ്കിൽ അറിയാം, അത്രയും തിരക്കും ശബ്ദവും ഒക്കെ ഉള്ള സ്ഥലത്ത് പകൽ മുഴുവൻ ചിലവഴിച്ച് രാത്രി കൊതുകടിയും കൊണ്ട് അവരാ സമരപ്പന്തലിൽ കിടന്നുറങ്ങുന്നത്. അക്കൂട്ടത്തിൽ കുറേ സ്ത്രീകൾ, അവർ ഒരാളോട് ചോദിച്ചപ്പോൾ മലപ്പുറത്തുനിന്ന് വന്നതാണ്, അവിടെ റൂം എടുത്തിട്ടുണ്ട്. പക്ഷേ ആ റൂമിൽ പോയി കിടക്കാൻ തോന്നില്ല. കാരണം ഇവിടെ വളർമതി ടീച്ചർ നിരാഹാരം കിടക്കുകയാണ്. അവരിവിടെ രാത്രി ഈ സമരപ്പന്തലിൽ കിടന്നുറങ്ങുമ്പോൾ അത് കാണുമ്പോൾ സ്വന്തം മുറിയിൽ പോയി കിടക്കുന്നതിനേക്കാൾ ഒരു പായം വിരിച്ച് ടീച്ചറുടെ അടുത്ത് തന്നെയാണ് അവരും കിടക്കുന്നത്, സെക്രട്ടേറിയറ്റിൻ്റെ പുറത്ത്. അവരാ സമരം ചെയ്യുന്നത് ഈ വെയിലും മഴയും ഒക്കെ കൊണ്ട് പട്ടിണി കിടക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല, നാളത്തെ തലമുറയ്ക്കും കൂടി വേണ്ടിയാണ്. നീറ്റ് എക്സാമിന് വേണ്ടി ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച കുട്ടികൾ, അല്ലെങ്കിൽ അവിടെ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയിട്ടുള്ള ആളുകൾ, അവരൊക്കെ എന്താണോ ആവശ്യപ്പെട്ടത് അത് തന്നെയാണ് ഇവരും ആവശ്യപ്പെടുന്നത്. നല്ലൊരു ഭാവി തലമുറയ്ക്ക് പ്രതീക്ഷ നൽകുന്നൊരു സിസ്റ്റം അതിവിടെ ഉണ്ടായേ പറ്റൂ. നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിലല്ല, കുറച്ച് സമയം ഉണ്ടാക്കി ആ സമരപ്പന്തലിലേക്ക് പോകണം. അവിടെ സമരം ചെയ്യുന്ന ഓരോ ആൾക്കാരും എന്ന് വെച്ചാൽ PSC റാങ്ക് ലിസ്റ്റിൽ 3ാമത് വന്നിട്ടുള്ള, LPST റാങ്ക് ലിസ്റ്റിൽ 3ാം റാങ്ക് സ്വന്തമാക്കിയിട്ടുള്ള ആളോട് ഇന്ന് സംസാരിച്ചു. വേറെയും റാങ്ക് ഹോൾഡേഴ്സ് അവിടെയുണ്ട്, ഒരുപാട് പേരോട് സംസാരിച്ചു. അവരൊക്കെ പറഞ്ഞത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണും. അവർ ഓരോരുത്തരും അവരുടെ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആ ദിവസം മുതൽ, അതായത് ഏറ്റവും ഉയർന്ന റാങ്ക് കിട്ടി അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്കിന് മുകളിൽ വന്നു, ഒരു ജോലി കിട്ടാനുള്ള ഇത്രയും ഉയർന്ന സാധ്യതയിലാണ് എത്തിയത് എന്നവരറിഞ്ഞ ദിവസം അവരുടെയൊക്കെ വീടുകളിൽ ഉത്സവ പ്രതീതിയായിരുന്നു. വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ വളരെ ഹാപ്പി ആയിട്ട്. കാരണം ഒരു ജീവിതം മാറാണ്, ഒരു കുടുംബം മാറാണ്, ഒരു പ്രദേശത്തിന് തന്നെ സന്തോഷം പോലെ അങ്ങനെ ആഘോഷിച്ച ഒരു ദിവസം. പക്ഷേ ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിട്ടും അഡ്വൈസ് മെമ്മോ വരുന്നില്ല, ജോലിയുടെ സാധ്യതയൊന്നും തെളിയുന്നില്ല, വിളി വന്നില്ല, കത്ത് വന്നില്ല. പിന്നീട് നാട്ടുകാരൊക്കെ ചോദിക്കാൻ തുടങ്ങി, എന്തായി, വിളി വന്നോ, ലെറ്റർ വന്നോ? അങ്ങനെ കാത്തിരുന്ന് ഇതെങ്ങും എത്തുന്നില്ല. 3ാം റാങ്ക് കിട്ടിയിട്ടുള്ള, 1ാം റാങ്ക് കിട്ടിയിട്ടുള്ള ആൾക്ക് പോലും ജോലി കിട്ടിയിട്ടില്ല ഇതുവരെ എന്ന് പറയുമ്പോൾ, അവരുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ദിവസം മുതൽ ഇതുവരെ ഏകദേശം 1.25 വർഷത്തോളം ആകുമ്പോൾ അവരുടെ ഓരോ ദിവസവും എത്ര ഭീകരമായിരുന്നിരിക്കും എന്ന് ആലോചിച്ച്. ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു ദിവസം മുതൽ ഇവിടം വരെയുള്ള ആ ജേണി ഒന്ന് ആലോചിച്ച് നോക്കേ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരിന്ന് എടുക്കുന്ന സ്ട്രഗിൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും അത് അവരുടെ സമരമല്ലേ, സമരപ്പന്തലല്ലേ, അവിടെ മീഡിയയൊക്കെ അല്ലേ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? അങ്ങനെയൊന്നുമല്ല. നമ്മളവിടെ ചെല്ലണം, ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, അവർക്കൊപ്പം നിൽക്കുക, പ്രതീക്ഷകൾ പങ്കുവയ്ക്കുക. അവരത് ആഗ്രഹിക്കുന്നുണ്ട്, അവരത് അർഹിക്കുന്നുണ്ട്. കാരണം ഈ സമരം, ഞാൻ വീണ്ടും 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 പറയുന്നു, അത് അവർക്ക് വേണ്ടി മാത്രമുള്ള സമരമല്ല, അവരുടെ ഭാവി തലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്കും കൂടി വേണ്ടിയുള്ള സമരമാണ്. ഇവിടെ മാറേണ്ടത് ഗവൺമെൻറ് അല്ല, VD സതീശൻ മുഖ്യമന്ത്രി രാജിവെക്കുക എന്നല്ല അവർ പറയുന്നത്, സിസ്റ്റം മാറുക എന്നുള്ളതാണ്. അതിനുള്ള നടപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കുക എന്നുള്ളത്, അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾ ആ സമരം ചെയ്യുന്ന ആളുകൾ പറയുന്നത് കേൾക്കൂ, വളർമതി ടീച്ചർ പറയുന്നത് കേൾക്കും. അവിടെ ഒരുപാട് ശബ്ദമാണ്, നല്ല മഴയുണ്ടായിരുന്നു, റോഡിൽ ഒരുപാട് വണ്ടികളുണ്ട്, നമുക്ക് തന്നെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കില്ല, ശബ്ദത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, എന്നോട് ക്ഷമിക്കുക. പക്ഷേ നിങ്ങൾ ഹെഡ്ഫോൺ വെച്ച് അവർ പറയുന്നത് കേൾക്കണം. അവർ സംസാരിച്ചത് ഉണ്ണിയോടല്ല, ശ്രുതിയോടല്ല, അവർ സംസാരിച്ചത് നിങ്ങളോട് ഓരോരുത്തരോടുമാണ്. എൻ്റെ ഫെല്ലോ ക്രിയേറ്റേഴ്സ്, കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, തിരുവനന്തപുരത്തുള്ള ഇവിടെ വരാൻ സാധിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഒരു വാക്കെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കണം. നീറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവരിവിടെ തിരിച്ചറിഞ്ഞൊരു കാര്യം, ജനങ്ങളൊപ്പം നിന്നാൽ, ഇത് മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവർക്കും നീതി കിട്ടുമെന്നാണ്. ആ പ്രതീക്ഷ അതൊരു വിളക്ക് പോലെ കത്തുമ്പോൾ അത് അണയാതിരിക്കാൻ നമുക്ക് കുറച്ച് കൂട്ടിരിക്കാം, പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കാം. എൻ്റെ പേര് വളർമതി. ഞാൻ പാലക്കാട് ജില്ലയിലെ LPST റാങ്കോളാണ്. നിലവിൽ ഇവിടെ 30 ദിവസം സമരം തുടരുകയാണ്. 6 ദിവസമായി നിരാഹാരം കിടക്കാൻ തുടങ്ങിയിട്ട്. നിയമനങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ജോലി കൊടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയിൽ കഴിയുമ്പോൾ അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയുകയും അതിനുവേണ്ടി ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്ത് ഈ തിരികെ കിടക്കേണ്ടി വരുമെന്ന് ഉള്ള പരീക്ഷ എഴുതുമ്പോൾ ഒരാളും വിചാരിച്ചിട്ടുണ്ടാവില്ല. PSC പഠിച്ചതിന് ശേഷം തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇവിടെ നിരാഹാരം കിടക്കേണ്ടി വരും. ഇതൊക്കെ കഴിഞ്ഞ് ചില സമയത്ത് ചില കേസുകളിൽ മിക്കവാറും ജീവൻ പോയാലേ സർക്കാർ കണ്ണു തുറക്കുള്ളൂ എന്നുള്ള അവസ്ഥയിലോട്ടൊക്കെ കടന്നിരിക്കുന്നു. എനിക്ക് ഉദ്യോഗാർത്ഥികളോട്, PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട്, പഠിക്കാൻ പോകുന്ന യുവജനങ്ങളോട് പറയാനുള്ളത്, വീട്ടിലിരിക്കുന്ന ഓരോ അമ്മമാരോടും പറയാനുള്ളത്, നിങ്ങളുടെയൊക്കെ മക്കളും ഇതുപോലെ പഠിച്ചൊരു ജോലിക്കായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അധികാരികളിൽ നിന്നും കിട്ടുന്ന മറുപടി ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പോട്ടെ എന്ന് വെച്ച്
അടുത്തതിന് ശ്രമിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകാമെന്ന് വെച്ച് മാറിപ്പോവരുത്. ഇത് നമ്മുടെ അവകാശമാണ്. ഇത് പൊരുതി നേടാൻ തക്കണമെങ്കിൽ എല്ലാവരും ഒന്നിച്ച് കൂട്ടായ പ്രയത്നത്തിലൂടെ പൊരുതുക തന്നെ വേണം. അർഹതപ്പെട്ട എന്തു കാര്യത്തിനാണെങ്കിൽ പൊരുതി നേടണമെന്നുള്ള സന്ദേശം മാത്രമേ എനിക്കിവിടെ പറയാനായിട്ടുള്ളൂ. ഇത് ചെറിയൊരു സമരമല്ല, സമരത്തിൻ്റെ ഒരു തുടക്കമാണ്. യുവജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ തുടക്കമാണ്. അനുകൂല നല്ല നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ അനീതിക്കെതിരെ പൊരുതാൻ യുവജനങ്ങൾ ഇറങ്ങിത്തിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എൻ്റെ പേര് അർച്ചന. ഞാൻ കാസർഗോഡ് ജില്ലയിൽ 3ാം റാങ്കാണ്. പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അറിയാൻ പറ്റും, നമ്മൾ പഠനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ വിഷ്വലൈസേഷൻ തുടങ്ങും. പഠിച്ചു കഴിഞ്ഞ് ഇങ്ങനെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇത്ര കാലയളവ് കൊണ്ട് നമുക്ക് ജോലി നേടാൻ പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേ ഡ്രീംസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മൾ മനസ്സിൽ ഉണ്ടാക്കിയെടുത്ത കൊട്ടാരമൊക്കെ ഒരു ചീട്ട് കൊട്ടാരം പോലെ തകരുമ്പോൾ ഉള്ളൊരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ആവശ്യകതയാണ് ജോലി എന്ന് പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും കോഴിക്കോട് ജില്ലേൻ്റെ LPSCൻ്റെ റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റിലെത്തിയത്. ഞാൻ എന്ന് പറയുന്നത് 226ാമത്തെ റാങ്കും ഗായത്രി 39ാമത്തെ റാങ്കുമാണ്. പിന്നെ ഞങ്ങളൊരു ഫ്രണ്ടും കൂടെ ഉണ്ട്, അവളൊരു 261ാമത്തെ റാങ്കിൽ. അപ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് ഇതിലെത്തിയത്. പക്ഷേ ഒരു പ്രോപ്പർ ഓർഡറിൽ പോവുകയാണെങ്കിൽ ഈ സമയം കൊണ്ട് സർവീസ് ലഭിക്കേണ്ട സമയമായി. പക്ഷേ ഇപ്പോഴും ഇതിനു വേണ്ടി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു, എന്തിനാ ഈ തെരുവിൽ സമരം ചെയ്യാൻ നിൽക്കുന്നത്, ഈ സമയത്ത് നമുക്ക് പഠിച്ചുകൂടായിരുന്നോ എന്ന് ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ 3ാം റാങ്കുകാർ 1ാം റാങ്കുകാർ ആർക്കും ജോലി കിട്ടിയിട്ടില്ല. 1ാം റാങ്കുകാരന് ജോലി കിട്ടാത്ത പക്ഷം ഇനി നമ്മൾ എങ്ങോട്ട് പഠിക്കാനാ? ഒരു എക്സാമിന് നമ്മൾ പഠിക്കുന്ന 1ാം റാങ്ക് മേടിക്കാൻ വേണ്ടി പഠിക്കാം, അതിലും മേലേക്ക് ഏത് റാങ്ക് മേടിക്കാൻ നമ്മൾ പഠിക്കാൻ പറ്റും? പഠിച്ചിട്ടൊരു കാര്യം ഇല്ലാന്ന് ചിന്തിക്കുന്ന രീതിയിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മക്കളൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഇന്ന് ജോലി കിട്ടും, നാളെ ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഞാൻ പറയും ലിസ്റ്റ് വന്നു, എന്തൊരു സന്തോഷമായിരുന്നു വീട്ടിലൊക്കെ. പക്ഷേ ഇപ്പോൾ പറഞ്ഞു അമ്മ പഠിച്ചിട്ട് എന്ത് കാര്യം ഉണ്ടായി, ഇപ്പോൾ പഠിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറി. 2024 ജൂലൈ 20 LPSC എക്സാം കഴിഞ്ഞ് 2025 മെയ് 31 റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തെ സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ലിസ്റ്റ് വന്ന് 1 വർഷം 3 മാസം, എന്നിട്ടും ഫസ്റ്റ് റാങ്ക് പോലും കയറിയിട്ടില്ല പല ജില്ലകളിലും. നടന്ന നിയമനങ്ങൾ തന്നെ വളരെ തുച്ഛമായിട്ടുള്ളതാണ് നടന്നിട്ടുള്ളത്. ഡിസേബിൾഡ് കാറ്റഗറിയിൽ നിന്ന് കുറച്ച് പോയിട്ട് റാങ്ക് ലിസ്റ്റിൽ നിന്നും 8-9 പേർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുപോലും കിട്ടാത്ത ജില്ലകളുണ്ട്. ഞാൻ ഈ പറയുന്ന 4 ജില്ലകൾ: കാസർഗോഡ്, കോഴിക്കോട്, പാലക്കാട്, ആലപ്പുഴ. ഈ ലിസ്റ്റിന് ഇനി 2028 മെയ് 31 വരെ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇവരായിട്ട് സംസാരിച്ചതനുസരിച്ച് ഈ വർഷം വേക്കൻസി ഇല്ല, എന്തായാലും അടുത്ത വർഷവും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിന് 2027 മാർച്ചിലുള്ള വേക്കൻസിയെ കിട്ടുള്ളൂ. അതായത് ആദ്യ വർഷത്തെ വേക്കൻസി നമുക്ക് കിട്ടത്തില്ല. അത് കിട്ടണമെങ്കിൽ ജൂൺ പോകണം. 2028 മാർച്ച് വരെയുള്ള വേക്കൻസി വരും. അത് വളരെ കുറഞ്ഞ വേക്കൻസിയെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഫാൾ വരെയാണെങ്കിൽ ആ വേക്കൻസിയും കിട്ടത്തില്ല. ഇതുപോലെ പോകും. അതായത് ഈ ലിസ്റ്റിൽ നിന്ന് ആരും കയറത്തില്ല. എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനം വരുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട്. അടുത്ത ലിസ്റ്റിന്, അതായത് ഈ ലിസ്റ്റിൽ നിന്ന് ഇല്ല, ആളായിട്ടില്ല. എന്നിട്ട് ഇനി അടുത്തൊരു എക്സാം വെക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് ജെഗിൻ. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര എന്ന സ്ഥലത്ത് നിന്നാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് ഇടുക്കിയിലാണ്. എൻ്റെ റാങ്ക് LPSC ലിസ്റ്റ് 45ാമത്തെ റാങ്കാണ്. അപ്പം ഞാൻ എൻ്റെ 23ാമത്തെ വയസ്സ് മുതലാണ് PSCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയി തുടങ്ങിയത്. ഈ ഒരു അധ്യാപകനാവുക എന്നുള്ളത് സാധാരണ ജോലി പോലെയല്ല. ഒരു ഗവൺമെൻറ് ജോലി എന്നതിലുപരി എനിക്ക് അധ്യാപനം ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡ് മാത്രം ഫോക്കസ് ചെയ്ത് PSC എക്സാമിന് വേണ്ടി പഠിച്ച് എൻ്റെ മാക്സിമം എഫോർട്ട് ഇട്ട് എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും എഫോർട്ട് ഇട്ട് ഞാൻ എഴുതിയൊരു എക്സാമാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു ഈ റാങ്ക് കിട്ടിയപ്പോൾ. ഈ റാങ്ക് കിട്ടിയപ്പോഴേക്കും ഞാൻ എൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടുമെന്ന് പൂർണ്ണ ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ നിലവിലെന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു റാങ്ക് കിട്ടിയിട്ട് പോലും എനിക്ക് എൻ്റെ ജോലി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഉറപ്പുമില്ല. LDF ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് ഈ ലിസ്റ്റ് വന്നതല്ല. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നിവേദനം സമർപ്പിച്ചു. ആ സമയത്ത് ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊരിക്കലും ഈ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് സമരം ചെയ്തെന്ന് പറയുന്നത് ഞങ്ങൾ അവർക്കെതിരാണെന്നല്ല. ഞങ്ങൾ ആ ഗവൺമെൻറ്റിൻ്റെ ടൈമിന് സമരം ചെയ്തിട്ടുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ആദ്യം മുന്നോട്ട് വെച്ച HT വേക്കൻസി എന്ന് പറയുന്ന ഈ സമ്പ്രദായമുണ്ട്. അതായത് ഹെഡ് ടീച്ചർ വേക്കൻസി. 150 കുട്ടികൾ കൂടുതലുള്ള സ്കൂളുകളിൽ നമുക്ക് ഹെഡ് മാസ്റ്ററിനെ അവോയ്ഡ് ചെയ്തിട്ട് ക്ലാസ് ചാർജ് മറ്റൊരു അധ്യാപകന് കൊടുക്കാം. പക്ഷേ അത് നിലവിൽ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഡെയിലി വേജസിനാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു വേക്കൻസി ഗവൺമെൻറ് സ്കൂളിൽ വരുമ്പോഴത്തേനും അത് സ്വാഭാവികമായിട്ട് കിട്ടേണ്ടത് ആർക്കാ? നമുക്കാണ് കിട്ടേണ്ടത്, PSCക്കാണ് കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫയലാണ് ഞങ്ങൾ ആ സമയത്ത് LDF ഗവൺമെൻറ്റിൻ്റെ ടൈമിൽ നമ്മൾ മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ സമയത്ത് ആ ലാസ്റ്റ് മൊമെൻ്റ് ആയപ്പോഴത്തേക്ക് ഇലക്ഷൻ ഡിക്ലെയർ ആവുന്നത് പിന്നെ ഞങ്ങൾക്ക് ആ സമരം നിർത്തേണ്ടി വന്നു. ആ സമയത്ത് പ്രത്യേക സാഹചര്യങ്ങൾ. ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് അന്നത്തെ പ്രതിപക്ഷമായിട്ടുള്ള ഈ ഗവൺമെൻറ് ഞങ്ങൾക്ക് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ആദ്യം ചെയ്തു തരാം. പക്ഷേ പുതിയ ഗവൺമെൻറ് വന്നു. എന്നിട്ട് ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ മുന്നേ പ്രതീക്ഷയോടെ പോയ അവർ തന്നെ പറയുക, ഈ സെക്രട്ടേറിയറ്റിൻ്റെ കവാടങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടേക്കാണ്. ഞങ്ങൾക്ക് 3 മണിക്ക് ജസ്റ്റ് ഒന്ന് കയറി ഒരു പാസ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏത് മിനിസ്റ്റർ വേണം നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എങ്കിൽ ഞങ്ങൾ ഇത്രയും കുറേ തവണ റൊട്ടേറ്റ്, അത് ഞാൻ മാത്രമല്ല, ഒരു ജില്ലക്കാരല്ല, 14 ജില്ലക്കാർ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ട്. എന്നാൽ പോലും അവരുടെ ഭാഗത്ത് നിന്നിട്ട് നമുക്കൊരു പോസിറ്റീവായിട്ട് റെസ്പോൺസ് ഉണ്ടായില്ല. ചർച്ച ഒന്നുമില്ല. ഞങ്ങളിവിടെ പാസ് എടുത്താണ് എല്ലാ മന്ത്രിമാരെയും കണ്ടിട്ടുള്ളത്. ഒരേ സമയം 2 പേർക്കൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ കാണുന്നത് പാസ് എടുത്ത് കാണുന്നതിനാണ് ചർച്ചയെന്ന് പറഞ്ഞത്. ഇതുവരെയൊക്കെ ഒരു ഔദ്യോഗിക ചർച്ച ഒന്നും വിളിച്ചിട്ടില്ല ഞങ്ങൾ. അപ്പോൾ ഇന്ന് രാവിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അംഗങ്ങൾ വന്നായിരുന്നു. അപ്പോൾ സ്റ്റാഫ് വന്നിട്ട് അതിലൊരു രേഖ കൊടുത്തായിരുന്നു ഇവിടെ. അതായത് അവർക്ക് 2 മാസം പഠിക്കാൻ സമയം വേണം. അപ്പം നമ്മുടെ സമരം ഇപ്പോൾ നമ്മൾ പിൻവലിക്കണം എന്നൊരു ആവശ്യമായിരുന്നു അതിലുണ്ടായിരുന്നത്. പഠിക്കാനുള്ള സമയമാണ് ചോദിച്ചത്. അപ്പോൾ അതിലൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ സമരം കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് തീരുമാനം. ചർച്ചയിലൂടെ അല്ലാണ്ട് ഒരു സമരം അവസാനിക്കുന്നില്ല എന്ന് നമ്മുടെ CM തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ. പക്ഷേ ഇപ്പോൾ ഞങ്ങളെ ആ ടീച്ചർ നിരാഹാരം കിടന്നിട്ട് ഇന്ന് 6ാമത്തെ ദിവസമാണ്. ഞങ്ങളുടെ സമരം 1 മാസമായി, അതായത് 30 ദിവസമായി. ഇന്ന് വരെ ഞങ്ങളെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. നിസാരം പറഞ്ഞ് ഇന്ന് രാവിലെയാണ് ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ലെറ്റർ പേഡ് വരുന്നത്. ആ ലെറ്റർ പേഡിൽ പറയുന്ന കാര്യം പോലും, നിങ്ങൾ ഈ സമരം അവസാനിപ്പിച്ച് പിന്മാറണം, 2 മാസത്തിനും നിങ്ങളുടെ കാര്യം പരിഹരിക്കാം. ഈ 2 മാസത്തിൽ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് തന്ന ലെറ്റർ പേഡിലുണ്ടായിരുന്നു. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു, ഞങ്ങളുടെ കാര്യം പരിഗണിക്കാം, ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് ഉറപ്പ് നൽകുന്നു. പക്ഷേ അതിൽ ആ 2 മാസം എന്ന വ്യവസ്ഥയില്ല. അല്ലെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പോസ്റ്റ് കാണുന്ന ആൾക്കാർ കരുതും എല്ലാം തീരുമാനമായി, ഞങ്ങൾ സമരം അവസാനിപ്പിച്ച് പോകാമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ മെമ്മോയിൽ പറഞ്ഞേക്കുന്നത് വീണ്ടും 2 മാസം. ഈ 2 മാസം ടൈം എന്തിനാ? അതാണ് ഞങ്ങൾ ഈ 2 മാസം ടൈം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ സമരത്തിന് പോലും ഇറങ്ങിയത്. ഞങ്ങൾക്ക് കിട്ടിയ മെമ്മോയിൽ വരെ ഇപ്പോഴും ആ 2 മാസം എന്നുള്ള കാലാവധി ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാം വിളിച്ച് അങ്ങനെ പോയി എഴുതുന്നില്ല. നമ്മളൊരു കോഴ്സ് എടുത്ത് പഠിച്ച് അതിൻ്റെ പല കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഇപ്പം നമുക്ക് DLED കോഴ്സ് പഠിച്ചിട്ട് തന്നെ അതിൽ 2 കാറ്റഗറി യോഗ്യതയുണ്ട്, കേട്ടറ്റ് 1 കേട്ടറ്റ് 2. അത് പാടാം. അപ്പോൾ അത് പാസ്സായിട്ട് ആ കോഴ്സ് കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് അതിൽ തന്നെ ക്യാമ്പ് കഴിഞ്ഞ് ഒരു കോഴ്സ് കഴിഞ്ഞ് ആ കോഴ്സ് പാസ്സായതിന് ശേഷം ഒരു PSC നോട്ടിഫിക്കേഷൻ വിളിച്ച് ആ നോട്ടിഫിക്കേഷന് വേണ്ടി 1 വർഷത്തോളം പഠിക്കുന്നു. ഇതിൽ കൂടുതലും ആവാം. പഠിക്കുന്ന ആൾക്കാരുടെ ഇതനുസരിച്ച് അത് വ്യത്യാസപ്പെടാം. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് ലിസ്റ്റിൽ വന്നു. ഇൻ്റർവ്യൂവും കഴിഞ്ഞ് വരുന്ന ഒരാളോട് നിങ്ങൾ ഇത് ചെയ്യേണ്ട, അടുത്തൊരു ഇതിനു വേണ്ടി പഠിക്കൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകും എന്ന് പറയുന്ന ഒട്ടും ന്യായമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഞങ്ങൾ ഈ സമരം തുടങ്ങിയിട്ട് 10ാമത്തെ നാൾ ഞങ്ങൾ പോയി എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ കണ്ടപ്പോൾ മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ചെയ്തു തരാമെന്നൊരു ഉറപ്പ് തന്നു. അപ്പോഴേക്കും ഞങ്ങളെടുത്ത തീരുമാനമാണ് അവർ ചെയ്തു തരാമെന്നൊരു ഉറപ്പ് തന്നു. അപ്പോൾ നമ്മളിനി സമരം പിൻവലിക്കണ്ട, പക്ഷേ എന്നാലും പേരിനൊരു സമരം പോലെ കണ്ടിന്യൂ ചെയ്ത് പോവാം. എന്നാൽ 19ാമത്തെ ദിവസം ഞങ്ങൾ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ PSന് പോയി കണ്ടപ്പോൾ PS ഞങ്ങൾ പറഞ്ഞാണ്, നിങ്ങൾക്ക് ഈ വർഷം ജോലി കിട്ടത്തില്ല, അടുത്ത വർഷം ജോലി കിട്ടത്തില്ല എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളുടെ അവസാനത്തെ മാർഗ്ഗമാണ്. അപ്പം കാര്യമായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങൾക്ക് ഈ സമരം കടുപ്പിച്ചേ പറ്റൂ. അങ്ങനെ തന്നെ സമരം കടുപ്പിച്ചത്. CMനെ കണ്ടു, ഞങ്ങൾക്ക് ജോലിയാണ് വേണ്ടത്, ഞങ്ങൾക്ക് ജോലിയാണ് വേണ്ട. പക്ഷേ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഈ സമരം കടുപ്പിച്ചേ പറ്റും. അന്ന് പറഞ്ഞ കാര്യമാണ്, അന്ന് CM ഞങ്ങൾക്ക് പറഞ്ഞ കാര്യം 2 മാസം സമയം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 മാസം ഞങ്ങൾ അപ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പരിഗണനയില്ല സാർ, ഞങ്ങൾക്ക് ഉറപ്പ് വേണം, ഞങ്ങൾക്കൊരു ഉറപ്പ് വേണം. ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ നിർത്തത്തുള്ളൂ. നിങ്ങളൊരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു സൈൻ ചെയ്ത് നിങ്ങളുടെ ഉറപ്പ് തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് നിർത്താൻ പറ്റത്തുള്ളൂ. കാര്യം ഞങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഭയമുണ്ട്. ഞങ്ങൾക്ക് ഈ സമരം കണ്ടിന്യൂ ചെയ്തേ പറ്റത്തുള്ളൂ. അന്ന് ആ ഒരു വാചകത്തിൻ്റെ അടുത്ത ദിവസം മുതലാണ് ഞങ്ങൾ നിരാഹാര സത്യാഗ്രഹം തുടങ്ങിയത്. ഈ ഒരു കാര്യം മാറി വന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർമാർ എല്ലാവരും തന്നെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും പഠിച്ചൊരു വിഷയമാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇനിയൊരു കാലതാമസം ഇല്ലാതെ മറുപടി അല്ലെങ്കിൽ നമുക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതെന്തിനാണ് ഇങ്ങനെ 2 മാസം നീട്ടിക്കൊണ്ടുപോകുന്നത്? അപ്പോൾ 2 മാസത്തെ ഒരു സമയം ഞങ്ങളോട് ചോദിച്ചുകൊണ്ട് ഈ ഒരു സമയം അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ 2 മാസത്തിന് ശേഷം ഞങ്ങൾക്ക് ഒരു ഉറപ്പും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും സംഘടിക്കേണ്ടി വരില്ലേ? ഇത് 1, 2, 3 ദിവസം കൊണ്ട് അവർക്ക് വ്യക്തമായൊരു തീരുമാനം തരാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ഒരു മോചനം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കി തരുന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്നിപ്പോൾ ഞാനിവിടെ വന്ന് ഇരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് നിങ്ങൾക്കറിയാമല്ലോ, 2-3 ദിവസമായിട്ട് പെരും മഴയായിരുന്നു. ആ മഴയത്ത് ഒറ്റയ്ക്ക് എന്തോ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് അങ്ങോട്ട് ബസ് കയറി ഇവിടെ വരികയാണ് ഒരു പ്രതീക്ഷയിൽ. എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവും, നമുക്കൊക്കെ ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ദയവ് ചെയ്തിട്ട് ഇതിനൊരു നടപടി ഉണ്ടാവണമെന്ന്
പറയുകയാണ്. ഏതൊരു ഉദ്യോഗാർത്ഥിയും റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് വർഷങ്ങളും മാസങ്ങളും നീണ്ട ഒരു പ്രയത്നത്തെ ഫലമായി മാത്രമാണ്. നമുക്കറിയാം PSC പോലുള്ള പരീക്ഷ അത്ര എളുപ്പത്തിലൊന്നും നമുക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് കടക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. നന്നായി പഠിച്ചിട്ടും കട്ട് ഓഫ് മാർക്കിൽ എത്താത്ത എത്രയോ പേരുണ്ട്. ഉറക്കൊഴിഞ്ഞ് പഠിച്ചിട്ടും ഇപ്പോൾ പറഞ്ഞ ഞങ്ങളുടെ എക്സാം 2024 ജൂലൈ 20 നടന്ന LP എക്സാം അത് കണ്ടിട്ട് നമ്മളെല്ലാവരും തന്നെ വളരെ മാനസിക പ്രയാസത്തിൽ പോയിട്ടുണ്ട്. നല്ല ടഫ് എക്സാം ആയിരുന്നു. അപ്പോൾ അവർ പരീക്ഷയിൽ തന്നെ കട്ട് ഓഫ് മാർക്കൊക്കെ കഴിഞ്ഞ് ഇത്രയും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ സർക്കാർ ജോലിയിൽ നമ്മൾ കയറേണ്ട സമയം കഴിഞ്ഞു. അതായത് ഇതിൻ്റെ മുന്നിലുള്ള ലിസ്റ്റ് ആയിരുന്നെങ്കിൽ എൻ്റെ റാങ്ക് 98ആണ് കോഴിക്കോട്. ഏകദേശം സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്ക് മെയിൽ ലിസ്റ്റ് വന്നു, സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു വർഷവും കഴിഞ്ഞു, 2 മാസവും കഴിഞ്ഞു, എന്നിട്ടും ഇവിടെ വന്ന് സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി. 1 റാങ്കിന് പോലും കോഴിക്കോട് കിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 12 പേർക്ക് അവസാന നിമിഷം അഡ്വൈസ് അയച്ചിട്ടുണ്ട്. അവരെ പോലും ഈ ഒരു വർഷമായിട്ട് സർവീസിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിന് മുന്നേ വരെ എൻ്റെ ജീവിതത്തിൽ മാത്രമേ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ബോയ്സിനെക്കാളും ഏറ്റവും കൂടുതലുള്ളത് ഗേൾസാണ്, ലേഡീസാണ്. അതായത് ഓൾമോസ്റ്റ് എല്ലാവരും കല്യാണം കഴിഞ്ഞതാണ്. അപ്പം അവർക്കും ഓരോരുത്തർക്കും ഓരോതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ ഈ സമരത്തിനകത്ത് വന്നിരിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷവും ഈ പിന്നോട്ടുള്ള റാങ്കുകാരല്ല. ഏകദേശം എല്ലാവരും 100 താഴെയുള്ള റാങ്കാണ്. ഈ ജോലി പ്രതീക്ഷിച്ച് മറ്റ് പഠിത്തമെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ജോലിയെ മാത്രം സ്വപ്നം കണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഇതിനകത്ത്. ഈ 2026 പണം കൊടുത്ത് ഗവൺമെൻറ് ജോലി കിട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ അറിവിൽ ഇപ്പം നടക്കുന്ന സ്കൂൾ മേഖലയിലാണ്. TTC കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് PSC കേട്ടറ്റ് കിട്ടി PSC എക്സാം എഴുതിയവരെല്ലാം കിടക്കുന്നത് തെരുവിലാണ്. ഈ ഫുട്പാത്തിൽ ഇപ്പോൾ എൻ്റെ പിന്നിൽ മഴയാണ്, ഈ മഴയിൽ നനഞ്ഞുകൊണ്ട് അവിടെ കിടക്കുകയാണ്. അതിൽ ഒരാൾ നിരാഹാരമാണ്. പക്ഷേ വേറൊരു കാറ്റഗറി ഉണ്ട്, TTC കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് കേട്ടറ്റ് കിട്ടിയിട്ട് ഒരു 40-30 ലക്ഷം ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ജോലി, അവരിപ്പോൾ ഓരോ സ്കൂളുകളിൽ സുരക്ഷിതമായിട്ടൊന്ന് ജോലി ചെയ്യാണ്. അപ്പോൾ ഇത് ഒരു കണക്കിന് ഇത് ഭയങ്കര അനീതിയല്ലേ, നല്ല രീതിയിൽ അനീതിയല്ലേ ഇത്. അതുപോലെ തന്നെ PSC ബോർഡ് മെമ്പേഴ്സ് ഒരു 21 പേരുണ്ട്. ഈ 21 പേരുടെയും ഒരു മാസത്തെ സാലറി എന്ന് പറയുന്നത് ഒരാൾക്ക് 3.5 ലക്ഷം രൂപയാണ് ഇവരുടെ സാലറി എന്ന് പറയുന്നത്. എന്നിട്ട് പോലും ഇവർക്ക് കൃത്യമായിട്ട് ഇന്നേ വരെ ഒരൊറ്റ എക്സാമിന് പോലും ഒരൊറ്റ ക്വസ്റ്റ്യൻ ഡിലീഷൻ ഇല്ലാതെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഇവരെ കൊണ്ട് നടത്താൻ പറ്റിയിട്ടില്ല. എന്തിനാണ് ഇത്രയും ആൾക്കാരെ തീറ്റിപ്പോയിട്ട് ഇങ്ങനെ വയ്ക്കേണ്ടത്? ഉത്തർപ്രദേശിൽ നമ്മളെ കാര്യം ഇരട്ടി അധികം പോപ്പുലേഷനുള്ള സ്റ്റേറ്റാണ് ഉത്തർപ്രദേശ്. അവിടെ ഉള്ള PSC ബോർഡ് മെമ്പേഴ്സിൻ്റെ എണ്ണം 8ആണ്. ഇതിപ്പോൾ ഞങ്ങളുടെ ആവശ്യം മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള കാര്യം ഈ PSC വഴി നമ്മൾ ഒരു ഗവൺമെൻറ് ജോലി സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഈ സമരം ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക, PSCയിൽ റാങ്കിൽ വരിക, ജോലി വാങ്ങുക. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നിങ്ങളുടെ അവസ്ഥ ഇത് തന്നെ, പഠിക്കുക, റാങ്കിൽ വരിക, നേരെ സെക്രട്ടേറിയറ്റ് ഫുട്പാത്തിൽ വരിക, കിട്ടുമല്ലേ എന്നല്ല സമരം ചെയ്യുക. അങ്ങനത്തെ ഒരു അവസ്ഥയായി. നമുക്കറിയാം കഴിഞ്ഞ നമ്മളെ CPOക്കാർ സമരം ചെയ്തവർ, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ടൈമിൽ CPOക്കാർ സമരം ചെയ്ത് എന്ത് ദയനീയട്ടാ. ഞാൻ വരെ അന്ന് TV-ലിരുന്ന് ഞാൻ കണ്ട് കണ്ടിട്ട് കഷ്ടം പിള്ളേർ. പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കുക അവരെന്തുമാത്രം എഫോർട്ട് എടുത്തിട്ടാണ് ഇവിടെ നിന്നിട്ടുള്ളത്. ഈ ഒരു സിസ്റ്റം മാറണം, ഈ ഒരു സമ്പ്രദായം മാറണം. ഒരു ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ വരാൻ പോകുന്ന ഒഴിവുകൾ ഇപ്പം 100 ഒഴിവാണെങ്കിൽ 100 ഒഴിവ്, അല്ലെങ്കിൽ 105, 110 ഒഴിവ് മാത്രം റിപ്പോർട്ട് ചെയ്യുക. ഒഴിവില്ലെങ്കിൽ ആ ലിസ്റ്റ് അങ്ങനെ റാങ്ക് ഇടല്ലേ. ചുമ്മാ വെറുതെ എന്തിനാണ് ഈ പിള്ളേരുടെ ഈ നമ്മുടെയൊക്കെ പ്രൈം ടൈമാണ് ഈ സമയത്ത്. ഒരു 20 to 30 എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ യൗവനകാലമുണ്ട്. ഈ യൗവനകാലം ഒരിടത്തും പോകാതെ എങ്ങും പോകാതെ വീടിൻ്റെ മുറി അടച്ചിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ഇത്രയും വർഷം പാഴാക്കി ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് പറഞ്ഞാലൊന്ന് മനസ്സിലാവും, നമ്മൾ അനുഭവിക്കണം. കാര്യം ആ സമയത്ത് നമുക്കുള്ള പ്രാരാബ്ദങ്ങൾ എല്ലാം മാറ്റി വെച്ചിട്ടാണ് ഇതൊക്കെ പഠിക്കുന്നത്. പക്ഷേ അതിന് മാറണം. ഒരു ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിലൊരു 60 to 70% ആളുകൾക്ക് മിനിമം ജോലി കിട്ടണം. അത്രയും ആളുകൾക്ക് ജോലി കൊടുക്കാണ്ട് ഇനി ഒരു ലിസ്റ്റ് അവസാനിപ്പിക്കരുത്. അല്ലെങ്കിൽ ഒഴിവുകൾ മാത്രം റിപ്പോർട്ട് ചെയ്യുക. ചുമ്മാ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ 500, 600 വലിച്ചു ആളുകളുടെ ലിസ്റ്റ് ഇട്ടിട്ട് ഇത്രയും ആളുകൾക്ക് പ്രതീക്ഷയും കൊടുത്തിട്ട് 300 പേരുടെ ലിസ്റ്റ് ഇട്ടേക്കണ പാലക്കാടില്ല ഇന്നേ വരെ ഒരാൾക്കും അപ്പോയിൻമെൻറ്റ് കിട്ടാതെ. നമ്മുടെ വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 അധ്യയന വർഷമാണ്, 3 സ്കൂൾ ഇയർ. അപ്പം ഇതിലെ 2 അധ്യയന വർഷം ഓൾറെഡി കഴിഞ്ഞ്, ഇനി 1 അധ്യയന വർഷമേ ഉള്ളൂ. ഈ 1 അധ്യയന വർഷം കൊണ്ട് നമുക്ക് എത്ര പേർക്ക് കയറാൻ പറ്റും? ഭയങ്കര അവസ്ഥയാണ്. ഇനി അങ്ങോട്ട് വരും കാലത്ത് PSCയുടെ അവസ്ഥയാണ്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ചെയ്ത് ഇതിനൊരു മാറ്റം ഉണ്ടാക്കണം. എനിക്ക് ആദ്യം വന്നത് UP എക്സാമാണ്. അപ്പോൾ അതിൽ എക്സാം കുറച്ച് സിമ്പിളായിരുന്നു. അപ്പോൾ കുറേ നെഗറ്റീവ് വന്നു. 6 വർഷം വേണ്ടി ഞാൻ ഈ PSCൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. എൻ്റെ മാക്സിമം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബേൺ ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു 3rd റാങ്ക് കിട്ടിയത്. ആ റാങ്ക് വന്ന സമയത്ത് വീട്ടിലായാലും ഇപ്പോൾ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഞാനന്ന് UP എക്സാം കഴിഞ്ഞ് വന്ന ആ ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. കാരണം
നമുക്കറിയാം എക്സാമിന് പ്രിപ്പയർ ചെയ്ത് ആ എക്സാം ഡൗൺ ആകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു മെൻ്റൽ പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ദിവസം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആയിരുന്നു അച്ഛൻ്റെ അമ്മേൻ്റെ അവസ്ഥ. കാരണം അവരെൻ്റെ ആ ഒരു ജേണി മൊത്തം കണ്ടവരാണ്. പിന്നീട് എക്സാം കഴിഞ്ഞപ്പോൾ LPൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ അത് കുറച്ചുകൂടി സിമ്പിളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് കുറച്ചൊരു സമാധാനം. പിന്നെ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നല്ല ഒരു പറയാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തീരെ പ്രതീക്ഷിക്കാതെ ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ടി വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ചും വളരെ വിഷമമുള്ള കാര്യമാണ്. കാരണം ആദ്യത്തെ ഒരു മാസം കൊണ്ട് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. 3 റാങ്കൊക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ എല്ലാവരും അറിയുമല്ലോ. പിന്നെ ആളുകളുടെ ചോദ്യമായി എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് കാർഡ് വരുന്നത്, ജോലിക്ക് കയറിയോ. അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ ഫേസ് ചെയ്യേണ്ട സമയത്തുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അത് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച ഒരാൾക്ക് ആ ഒരു പെയിൻ എന്താണെന്നുള്ളത് മനസ്സിലാവും. അത് സർക്കാരിന് എന്താ മനസ്സിലാവാത്തതെന്നുള്ളത് അറിയില്ല.